ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് തുമ്പ പോലീസ് പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ഉണ്ട്. സൂര്യ, ഒളിവിൽ കഴിഞ്ഞ് സ്ഥലം മാറുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? തുടർ നടപടികൾ എന്തൊക്കെയാണ്? വൃന്ദ, ആസൂത്രിതമായ പോലീസിന്റെ ഒരു നീക്കത്തിലൂടെയാണ് ബെയ്ലിൻ ദാസിനെ ഇന്ന് വൈകിട്ടോടുകൂടി പിടികൂടാൻ കഴിഞ്ഞതെന്ന് തന്നെ വേണം പറയാൻ. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണ് ബെയ്ലിൻ ദാസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബെയ്ലിൻ ദാസിനെ വൈദ്യപരിശോധനയ്ക്കായിട്ട് ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ബെയ്ലിൻ ദാസ് ഒളിവിലായിരുന്നു. ബെയ്ലിൻ ദാസിനെ പിടികൂടാൻ കഴിയാത്തതിൽ വലിയ വിമർശനങ്ങൾ പോലീസിന് നേരെ അടക്കം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വഞ്ചിയൂരിൽ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം വേണ്ട ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന ആരോപണം ഷാമിലിയും അതുപോലെ തന്നെ ഷാമിലിയുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് ബെയ്ലിൻ ദാസിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ബെയ്ലിൻ ദാസിന്റെ സഹോദരനെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബെയ്ലിൻ ദാസിന്റെ പരിചയത്തിലുള്ളവരെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയും അവരുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചുമാണ് പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ബെയ്ലിൻ ദാസിന്റെ സഹോദരനോട് ഇയാൾക്ക് കാർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറില്ല എന്നുള്ളതാണ് ബെയ്ലിൻ ദാസിന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഇയാൾക്കൊരു ഓൾട്ടോ കാർ ഉണ്ട് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കുന്നു. ഈ ഓൾട്ടോ കാറിലാണ് ബെയ്ലിൻ ദാസ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യവും പോലീസ് മനസ്സിലാക്കി കഴിഞ്ഞു. തുടർന്ന് SHOയുടെ നേതൃത്വത്തിൽ ഈ ഓൾട്ടോ കാറിന്റെ നമ്പർ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അന്വേഷണത്തിലാണ് വഞ്ചിയൂർ SHOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അന്വേഷണത്തിൽ ഈ ബെയ്ലിൻ ദാസ് പൂന്തുറയിലുള്ള ഒരു കുടുംബ വീട്ടിലുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. അത് വെച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു. അതിനുശേഷം ബെയ്ലിൻ ദാസ് ഈ കാറിൽ തന്നെ ഈ പള്ളിത്തുറയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് പള്ളിത്തുറയിലുള്ള ഈ സുഹൃത്തിന്റെ വീട്ടിലാണ് ബെയ്ലിൻ ദാസ് ഒളിച്ച് താമസിച്ചിരുന്നത് എന്നുള്ള കാര്യവും പോലീസ് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ബെയ്ലിൻ ദാസിനെ ഫോളോ ചെയ്ത് വന്ന ശേഷമാണ് ഈ സ്റ്റേഷൻ കടവിൽ വെച്ച് പിടികൂടുന്നത്. തുമ്പ പോലീസിന്റെ നേതൃത്വത്തിലാണ് സ്റ്റേഷൻ കടവിൽ വെച്ച് ബെയ്ലിൻ ദാസിനെ പിടികൂടുന്നത്. അവിടെ നിന്ന് തിരിച്ച് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബെയ്ലിൻ ദാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അവിടെ നിന്നാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായിട്ട് ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇതിൽ ഇനിയിപ്പോൾ അറിയേണ്ടത് ഇന്ന് തന്നെ ബെയ്ലിൻ ദാസിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതല്ല എങ്കിൽ ഇന്നിപ്പോൾ ഹാജരാക്കിയില്ല എങ്കിൽ നാളെ ഓപ്പൺ കോടതിയിലായിരിക്കും ബെയ്ലിൻ ദാസിനെ ഹാജരാക്കുക. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നാണ് ബെയ്ലിൻ ദാസ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കാനിരിക്കുന്ന സമയത്ത് കൂടിയാണ് ഇത്തരത്തിൽ ബെയ്ലിൻ ദാസിനെ പോലീസിന് പിടികൂടാൻ കഴിയുന്നത് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജാമ്യ സംബന്ധിച്ചുള്ള വിവരം ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. ഇന്ന് തന്നെ ബെയ്ലിൻ ദാസിന് ജാമ്യം നൽകുന്ന നീക്കത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നാളെ ഓപ്പൺ കോർട്ടിലായിരിക്കും ബെയ്ലിൻ ദാസിനെ ഹാജരാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായിട്ട് ബെയ്ലിൻ ദാസ് എങ്ങനെയാണ് ബെയ്ലിൻ ദാസ് ഒളിവിൽ പോയത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും പോലീസിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് വൈകിട്ടോടു കൂടിയാണ് ബെയ്ലിൻ ദാസിനെ ഊർജ്ജമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ പോലീസ് പിടികൂടുന്നത്. ഈ ജൂനിയർ അഭിഭാഷകയ്ക്ക് ഇതിനോടകം തന്നെ നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാവിധ പിന്തുണയും നൽകി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്ന പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബെയ്ലിൻ ദാസിനെ പിടികൂടി വഞ്ചൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ച് നിമിഷങ്ങൾക്കകം ബെയ്ലിൻ ദാസിന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബെയ്ലിൻ ദാസിനെ വൈദ്യപരിശോധനയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും സഹപ്രവർത്തകർ ബെയ്ലിൻ ദാസിനെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബെയ്ലിൻ ദാസിനെ ഇന്ന് തന്നെ ജാമ്യത്തിൽ വിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ബെയ്ലിൻ ദാസിന്റെ സഹപ്രവർത്തകർ ഒക്കെ തന്നെ ഇപ്പോഴും സ്റ്റേഷനിലും അദ്ദേഹത്തിനോട് ഒപ്പവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനിയിപ്പോൾ അറിയേണ്ടത് ജാമ്യം സംബന്ധിച്ച് ഉള്ള വിവരങ്ങളാണ്. ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ നാളെ ഓപ്പൺ കോർട്ടിലായിരിക്കും ബെയ്ലിൻ ദാസിന്റെ
ജാമ്യാപേക്ഷ കോടതി സ്വീകരിക്കുക. ജാമ്യാപേക്ഷ അത്തരത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ പ്രധാനമായും ബെയിലിൻദാസ് പറയുന്നത് 2 അഭിഭാഷകമാർക്കിടയിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനാണ് താൻ അതിന്റെ ഇടയിലേക്ക് കയറിപ്പെട്ടത്. അപ്പോൾ ബോധപൂർവമല്ല ഈ മർദ്ദിച്ചത് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലുണ്ടായ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് മർദ്ദിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിന്റെ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് ബെയിലിൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനി ബെയിലിൻദാസിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് അറിയേണ്ടത്. അത് വരും സമയങ്ങളിൽ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്ന നിലവിൽ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായിട്ട് വഞ്ചിയൂർ പോലീസ് ബെയിലിൻദാസിനെ കൊണ്ടുപോയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.